ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഹോസ്പിറ്റൽ കേസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ല ഇന്നലത്തെ വീഡിയോയിൽ. ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. ചെറിയ ജ്യേഷ്ഠത്തിനെയും കൂട്ടിക്കാണ്ടാണ് പോണത്. ആങ്ങളുടെ ഒപ്പം പോവുകയാണ്. ഓളെ ഹസ്ബൻഡാണ് കേട്ടോ അത്. അതിൻ്റെ കടയാണത്. ഓളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഓളെ പേരക്കുട്ടിയുണ്ട് ഓളെ കൂടെ. ഓളെ ഇവിടെ ഇല്ല, കുട്ടീൻ്റെ അമ്മ ഇവിടെ ഇല്ല. അപ്പോൾ ഓനായിട്ട് പോരുകയാണ്. ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ. ആങ്ങളെ കേട്ടോ വണ്ടി ഓടിക്കണത്. ആങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ടാളും പോണത്. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ആദ്യം ഞങ്ങളെ വണ്ടിയിൽ ഓയിലും കൊണ്ടുപോകാമെന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ പിന്നെ ഓല് ജറയിക്കാണ്ട് ഓട്ടോറിക്ഷ വിളിച്ചുകാണ്ട് അവിടെ എത്തിക്കണിട്ടാ. അപ്പോൾ ഡോക്ടർ വേഗം ലേബർ റൂമിൽ കൊണ്ടുപോയി. അപ്പോൾ വേദന കൂടുകയാണെങ്കിൽ അഡ്മിറ്റ് ആക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പോവും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. ഇതിപ്പോൾ എൻ്റെ ആങ്ങളി അമ്മോശനോട്ടാണ് നിൽക്കണത്. ഉമ്മ വന്നിട്ടില്ല. ഉമ്മാക്ക് വലിയൊരു സുഖമില്ല. ഉമ്മ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഉമ്മാനെ വിളിച്ചിട്ടില്ല. ആരോടും പറഞ്ഞിട്ടില്ല. അഡ്മിറ്റ് ആകാതെ എല്ലാവരും കൂടി ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ നടന്നു. വേദന ഒക്കെ കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ പെരേക്ക് പെയ്ക്കോളി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്നു കേട്ടോ. പെരേക്ക് കൊണ്ടാക്കി കൊടുക്കുകയാണ്. ഓലെ വീടാണിത്. സാധനമൊക്കെ അങ്ങനെ പെരേക്ക് കൊണ്ടാക്കുകയാണ്. ഓല കൊണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുകയാണ്. ഓളെ മോനാട്ടോ അത്. ഈ പ്രായമുള്ള മോനേനു എനിക്കുണ്ടാവുകയാണെങ്കിൽ. ആ മരിച്ച കുട്ടി ഓളെ ഭർത്താവാണ്, ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവാട്ടോ അത്. ഓളെ പേരക്കുട്ടിയാണത്. മറ്റേതിൻ്റെ ആങ്ങളെയാണല്ലോ. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ജ്യേഷ്ഠത്തെ കേട്ടോ. ഓള് പറയാം ഞങ്ങളൊന്നും ബുദ്ധിമുട്ടിക്കണ്ടില്ലേനുല്ലേ. അപ്പം ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോയിൻ്റെ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ ഒരു സമാധാനക്കുറവാണ്. അപ്പം നിങ്ങളൊക്കെ ഉണ്ടായാൽ ഒരാശ്വാസമല്ലേ പറഞ്ഞ് വിളിച്ചെത്തിയതാട്ടോ. അളയാnkണ്ട് ഓളെ ചീത്ത അറിയണു. ഇനി ഇങ്ങോള് വിളിച്ചാൽ ഞങ്ങൾ ആരും വരരുത്, ഞാൻ വിളിച്ചുമ്പോൾ വന്നാൽ മതി. ഓള് മേം വിളിച്ചിട്ടേ ഹോസ്പിറ്റലിൽ പോയി എന്ന് കണ്ട കേട്ടോ. ഈ പരിപാടികളൊക്കെ ചെയ്യേണ്ടത് ഇതൊക്കെ പോണതിൻ്റെ മുന്നേ പോണ വിവരം അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് വെയിലത്തിട്ട് കാണ്ട് പോയതേനു. അപ്പോൾ പിന്നെ അത് അപ്പം തന്നെ വന്നതിൻ്റെ ശേഷം എടുത്തേക്കാഞ്ഞാലേ ഇത് ഉന്നല്ലേ പാറി കളിച്ചു. അപ്പം ഞാൻ പുതിയ തലേണ ഉണ്ടാക്കുകയാണ്. പഴയ ബെഡേനത്. അതിപ്പോൾ അത് കഴിഞ്ഞേക്കണു. ഇന്നാൾ രണ്ടെണ്ണം തലേണ ഉണ്ടാക്കി. അതിൻ്റെ ബാക്കി കുറച്ച് ഉന്നേനു. പിന്നെയെന്ന് പറഞ്ഞാൽ ആസ്പത്രിയിലത്തെ കഥ. ഒക്കെ ഡേറ്റൊക്കെ അയക്കണു. ഡേറ്റൊക്കെ ആയപ്പോൾ പിന്നെ വേദന തുടങ്ങി. നമ്മൾ എന്തായാലും പ്രസവത്തിന് അയക്കണം എന്നിരിക്കാണ്ട് നമ്മൾ കൊണ്ടുപോകുമല്ലോ. ആദ്യമൊക്കെ ഓൾ പോരാൻ മടിച്ചു. പിന്നെ ചെറുതായിട്ട് അസ്വസ്ഥതയൊക്കെ വന്നപ്പോൾ എന്തായാലും കൊണ്ടുപോയി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഡോക്ടർ പരിശോധിച്ചുകാണ്ട് പറഞ്ഞു വയറൊക്കെ ഒന്ന് കഴുകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്ത്. അപ്പോൾ വേദന കൂടുകയാണെങ്കിൽ ഇവിടെ നിൽക്കുക, വേദന അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം അതൊന്നും പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് നോക്കി. അപ്പോൾ ഓക്ക് പിന്നെ പേടിയിട്ടാ. അപ്പോൾ ഭയങ്കര പേടിയാണ്. ഓപ്പറേഷത്തെ പറയുമോ എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞ വൈകുന്നേരം ആയപ്പോത്തിന് നമുക്ക് അതേപോലെ തന്നെ ഒരു മാറ്റമൊന്നുമില്ല. അപ്പോൾ പെരേക്ക് തന്നെ പോകുന്നു കേട്ടോ. ഒരു സാധനം കയറ്റി പൊയ്ക്കേനു. ഡേറ്റ് ആയതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു പെരയിൽ കൊണ്ടാക്കി കൊടുത്തുകാണ് ഞങ്ങൾ പോകുന്നതാണ്. അപ്പോൾ ഓള് എല്ലാവരും അറിയിച്ചിട്ടില്ല. പ്രസവിച്ചിട്ട് അഡ്മിറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയിക്കാമെന്നാണ് കരുതിൻ്റെ കേട്ടോ. പ്രസവിച്ചിട്ട് എല്ലാവരും കൂടി ബുദ്ധിമുട്ടാക്കണ്ടല്ലോ വിചാരിച്ചു കണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ചെറിയ ഏട്ടത്തെയും കൂടിയാണ് പോയത് കേട്ടോ. ആങ്ങളി ഉണ്ടായിരുന്നു. ഓക്കും തന്നെ ആ മക്കളൊന്നുമില്ല. 2 പെൺകുട്ടികളാണ്. ഇതേപ്പോഴുണ്ട് ടൈൽസിൻ്റെ പണിയാണ്. അപ്പോൾ പിന്നെ ഓള് വണ്ടി കെട്ടാനൊന്നും വരിയിൽ ആരുമില്ല. അപ്പോൾ പിന്നെ വേറൊരു വണ്ടിക്കാരനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അതേ ബുദ്ധിമുട്ട് വരുമോ വിചാരിച്ചു കണ്ടാട്ടോ അങ്ങനെ പെട്ടെന്ന് നേരത്തെ പോയത്. 2 തലേണ കവർ ഉണ്ടാക്കാന്നാ കരുതിയത്. പക്ഷെ ഇത് ഒന്നിക്കാനുള്ളൂ. ശീല കഷ്ണം നറുക്കുണ്ട്, ഉന്ന മാത്രം തയ്യില്ല. ഇതൊക്കെ മോൻ ചെറുതായത്തെ കഷ്ണങ്ങളാണ്. നല്ലോണം തിരുമ്പി ഉണക്കിക്കാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി പോയാൽ അറിയില്ല. ഒരു സോഫ്റ്റ് അല്ലേ. വലിയ വലിയ കഷ്ണമാകുമ്പോൾ എന്താ പറയുക, നമുക്ക് ഒരു തലക്കൊരു സുഖം ഉണ്ടാവില്ല. ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്താൽ വല്ലാതെ അറിയില്ല. മതി. ആ ഉന്നൊക്കെ കുറച്ചൊക്കെ നീക്കി കാട്ടിക്ക. ഞാൻ അങ്ങനെ തലേണൊക്കെ ഉണ്ടാക്കൽ തന്നെ കേട്ടോ. പഴയ തുണി കഷ്ണമൊക്കെ ഉണ്ടാവില്ല, അല്ലെ സോഫ്റ്റായ തുണി കഷ്ണം, കട്ടില്ലാത്ത അങ്ങനത്തെ ഒക്കെ വെച്ച് കാണ്ടുണ്ടാക്കിയാൽ നല്ലതാണ്. ഇടയിൽ ഓരോ പഞ്ഞിത് ഇന്നോട്ട് കൊടുത്താൽ മതി. അത് നല്ല തലേണാവും. ആ കൊല്ലത്തിലും ഇതേമാതിരി മാറ്റും കവർ അയച്ചു കാണ്ട്
പഴയ തലക്കണിയൊക്കെ അതേമാതിരി വെയിലത്തിട്ട് കാണ്ട് വേറെ കവറിടാൻ വേണ്ടി കൊല്ലത്തിൽ ഇങ്ങനെ ചെയ്യലുണ്ട്. ഓരോന്നൊക്കെ നനച്ചുള്ളി പണി പട്ട പണി തന്നെയാണ് കേട്ടോ. ഓരോന്ന് ഒഴിവിനനുസരിച്ച് ഇങ്ങനെ ചെയ്യും. മെഷീനൊക്കെ ഉണ്ടായാൽ പിന്നെ നമുക്കിങ്ങനെ ഈ തല ഇങ്ങനെ വെച്ച് കൊടുത്ത് കാണും ഇങ്ങനെ നന്നായിട്ടുണ്ട് അടിച്ചു കൊടുക്കുക. എന്നാൽ പിന്നെ ഈ തുന്നണ പരിപാടി ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെ തന്നെ എളുപ്പപ്പണി അതൊക്കെ ചെയ്യൽ. ഈ തുന്നൽ പരിപാടി ഒന്നും ഇപ്പം ഉണ്ടാവില്ല. പിന്നെ ഏട്ടത്തിക്ക് പിന്നെന്താ, ഏട്ടത്തിൻ്റെ മോക്ക് 2ാമത്തെ പ്രസവാട്ടാ. ഓളെ കുട്ടിക്ക് ഇപ്പോൾ 10 വയസ്സായി. ആ പ്രായമുള്ളൊരു മോൻ എനിക്കുണ്ട്. എൻ്റെ കുട്ടി മരിച്ചതാണ് കേട്ടോ. കഴിഞ്ഞാരപ്പോൾ ഈ ചെറിയ മോൻ ഉണ്ടായത്. ഓളവിടെ തന്നെ ഏനു കേട്ടോ കെട്ടി. ഓളെ കല്യാണം കഴിച്ച വീട്ടിൽ തന്നെ ഏനു. ഓളിപ്പോൾ ഈ 7 മാസം ആയതിൻ്റെ ശേഷം പിന്നെ ഓൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എന്താ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ ചെറിയതായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ റെസ്റ്റ് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഓളെ വീട്ടിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ 9ാം മാസത്തിലപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ സലാത്തുൽ ഫാത്തിഹയൊക്കെ ചൊല്ലി വെള്ളം കുടിച്ച് ഇതൊക്കെ സുഖമായി. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. ഇനി ഒരു പ്രസവത്തിലും ഒരു ബുദ്ധിമുട്ടും കേടൊന്നും ഇല്ലാതെ നല്ല സ്വാലിഹായ ഒരു കുട്ടീനെ പഠിച്ചോൻ തരട്ടെ. ആമീൻ. ഓള് ഇവിടെ ഇല്ലേനു. ഓള് പുതിയാപ്പളിൻ്റെ പട ഗൾഫിലേനു. വയറ്റുണ്ടായാരെ വന്നതാണ്. കുട്ടിക്ക് 10 വയസ്സായതിൻ്റെ ശേഷം ഉണ്ടാവുകയാണേ. അപ്പോൾ ആ ഒരു ബേജാറിലും പേടിയിലായിട്ടാണ് ഇപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് നിന്നത്. അടിപൊളി തലയാണായില്ലേ. ഇനി നല്ലൊരു കവറും കൂടി നല്ലൊരു കവറ് തുണിക്കടിയിലൊക്കെ ഉണ്ടാവും. നല്ല വെട്ടേഷനൊക്കെ ആക്കണം. കൊടുന്നക്കാണ്ട് നല്ല ഞെറയൊക്കെ വെച്ചിക്കണം. ഒരു കവർ കൊണ്ടിട്ടാൽ പുതിയാപ്പിളാർ വരുമ്പോൾ വെച്ച് കൊടുക്കാം. ഇത് ഉമ്മാൻ്റെ സാരി കേട്ടാ. അമ്മായിമാൻ്റെ സാരി. ആ സാരി തന്നെ ഞാൻ ചുറ്റുള്ളൂ. ഫർദൊന്നും ഇടൂല. അപ്പോൾ പിന്നെ മാക്സിമലായി. ഹോസ്പിറ്റലിലൊക്കെ മാക്സിമം തന്നെ. അപ്പോൾ ഈ സാരി അങ്ങനത്തെ കോട്ടൺ സാരി ഉണ്ടാകുമ്പോഴൊക്കെ എനിക്ക് തരും. മോനെ തൊട്ടി കെട്ടാൻ, ബെഡിന് കവറടിച്ചാൻ, അങ്ങനെയൊക്കെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ. നമ്മളെ റിസുവിൻ്റെ ബെഡ് ഇട്ടാ കേൾക്കാനൊക്കെ എല്ലാം എളുപ്പമാണല്ലോ. അപ്പോൾ ബെഡായി, തലേണായി, ഞാനോ നിനക്ക് കിടന്നുറങ്ങിയാൽ മതി. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എന്നും പറയണായിരി. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണുക. സ്കിപ്പ് അടിക്കാതെ കേട്ടോ. അസ്സലാമു അലൈക്കും.